കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെയാണ് മുന്നോട്ടു പോകുന്നതെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. പാറളം ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ ഓഫീസ് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഭൂരഹിതരും ഭവൻരഹിതരുമില്ലാത്ത നവകേരളമാണ് സൃഷ്ടിക്കേണ്ടത്. ഇതിനായി ഭൂമിയില്ലാത്തവർക്ക് ഭൂമിയും വീടും നൽകി പുനരധിവസിപ്പിക്കുന്നതിന് അടുത്തെത്തിയിരിക്കുകയാണ് നമ്മൾ. 10 വർഷത്തിനിടെ 4.25 ലക്ഷം പട്ടയങ്ങൾ വിതരണം ചെയ്യാനായി. ജനങ്ങൾ അവരുടെ ദൈനംദിനാവശ്യങ്ങൾക്കായി എപ്പോഴും സമീപിക്കേണ്ടതാണ് പഞ്ചായത്ത് ഓഫീസ്. കുടുംബശ്രീ പ്രവർത്തകരുൾപ്പെടെ സജീവമായി ഇടപെടുന്ന ഇടമാണിത്. അതിനെ സൗകര്യപ്രദമാക്കുക എന്നുള്ളത് സദ്ഭരണത്തിന് ഏറ്റവും അനിവാര്യമാണ്. അതിദരിദ്രരില്ലാത്ത രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി കേരളത്തെ മുഖ്യമന്ത്രി നവംബറിൽ പ്രഖ്യാപിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അതിമനോഹരവും ആധുനിക മുഖച്ഛായയുള്ളതുമായ ഒരാസ്ഥാന മന്ദിരം ഗ്രാമപഞ്ചായത്തിന് ലഭിക്കുമ്പോൾ ആ സന്തോഷവും അഭിമാനവും പങ്കിടുന്നതിന് എത്തിച്ചേർന്ന എല്ലാ ഗ്രാമവാസികളെയും സർക്കാരിനു വേണ്ടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിവാദ്യം ചെയ്യുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ബജറ്റ് വിഹിതത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 3.5 കോടി രൂപ ചെലവിലാണ് പാറളം ഗ്രാമപഞ്ചായത്തിന് ഒരു കാര്യാലയം തയ്യാറാകാൻ പോകുന്നത്. അതിൻ്റെ ശിലാസ്ഥാപനം നിങ്ങളേവരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് നിർവഹിച്ചതായി സസന്തോഷം അറിയിക്കുന്നു. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം വളരെ പ്രാധാന്യത്തോടു കൂടി സർക്കാർ ഏറ്റെടുത്ത പദ്ധതിയാണ്. ബഹുമാന്യനായ മുഖ്യമന്ത്രി അധ്യക്ഷത വഹിച്ചുകൊണ്ട് വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിലൂടെ അതിദരിദ്രരായി കണ്ടെത്തിയ 64 ലക്ഷം കുടുംബങ്ങളെ ഏറ്റവും നല്ല നിലയിൽ പുനരധിവസിപ്പിക്കുന്നതിനുള്ള സാധ്യത ഒരുക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ്. നവംബർ 1-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രാജ്യത്തെ ആദ്യത്തെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം സാധ്യമായ സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുകയാണ്. പഞ്ചായത്തിന് സമീപം നടന്ന ചടങ്ങിൽ CC മുകുന്ദൻ MLA അധ്യക്ഷനായി. നമ്മളിപ്പോൾ MLA എന്ന നിലയിൽ ഏകദേശം ഈ 6 മാസമൊക്കെ ഉള്ളൂ. ഈ 6 മാസത്തിൻ്റെ ഉള്ളിൽ അതിനുശേഷമുള്ള ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ പാറളം ഗ്രാമപഞ്ചായത്തിന് മാത്രമല്ല നമ്മുടെ മണ്ഡലത്തിൽ 9 പഞ്ചായത്തുകളുണ്ട്. നമ്മുടെ കടൽ മുതൽ നമ്മുടെ കായലോരം, അതുപോലെ കൃഷിയിടങ്ങൾ, അതുപോലെ കുന്നുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങൾ നമ്മുടെ മണ്ഡലത്തിൽ നീണ്ടു നിറഞ്ഞു കിടക്കുകയാണ്. എല്ലാ മേഖലയും തിട്ടപ്പെടുത്തിക്കൊണ്ട് വളരെയേറെ നമ്മുടെ സർക്കാർ അനുവദിക്കുന്ന ഫണ്ടുകൾ എല്ലാ പഞ്ചായത്തിലും നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു ആത്മവിശ്വാസമാണ് എൻ്റെ മനസ്സിലുള്ളത്. ചെർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ, പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ, വൈസ് പ്രസിഡന്റ് ആശ മാത്യൂസ്, ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെറി ജോസഫ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജെയിംസ് P. പോൾ, K. പ്രമോദ്, വിദ്യാനന്ദനൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജൂബി മാത്യു, PK ലിജീവ്, അമ്മാടം വെങ്ങിനിശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരായ PR വർഗീസ്, സതീഷ് ബാബു, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ രജനി ഹരിഹരൻ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ സെബി ജോസഫ് പെല്ലിശ്ശേരി, സുഭാഷ് മാരാത്ത, KR ചന്ദ്രൻ, സുധീർ ചക്കാലപ്പറമ്പിൽ, അസിസ്റ്റന്റ് സെക്രട്ടറി രമ്യ P. സുശീലൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ബജറ്റ് വിഹിതമായ 3.5 കോടി രൂപയാണ് ഓഫീസ് കെട്ടിടത്തിനായി ചെലവഴിക്കുന്നത്. അത്യാധുനിക സൗകര്യങ്ങളോടെ 12,156 ചതുരശ്ര അടി വിസ്തൃതിയിൽ ഇരുനില കെട്ടിടമാണ് നിർമ്മിക്കുക.